അക്കൗണ്ടിംഗ് ആൻഡ് ജി എസ് ടി ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു ജി എസ് ടി ലേണിങ്ങിനെ കുറിച്ചോ അതേപോലെ അക്കൗണ്ടിംഗ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാനലാണ്. കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിംഗ് ടിപ്സ്, അതേപോലെ ജി എസ് ടി എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് വിവരങ്ങളും അതേപോലെ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ജി എസ് ടി R1 എങ്ങനെ ഫയൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ജി എസ് ടി R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു മാസത്തെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ജി എസ് ടി R1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ B2B ബില്ല് ഉണ്ടായിരിക്കും, B2C ബില്ല് ഉണ്ടായിരിക്കും, അതേപോലെ B2C ലാർജ് ഇൻവോയ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഫേമിൽ ഏതാണോ നമ്മുടെ ബിസിനസ് ഫേമിൽ എന്താണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് അത് മാത്രം കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് B2C ബില്ലായിരിക്കും മെജോറിറ്റി ഉണ്ടാവുക, B2B ബില്ലും B2C ബില്ലും ആയിരിക്കും മെജോറിറ്റി ഉണ്ടാവുക. അപ്പോൾ എന്താണോ ആ മാസം ട്രാൻസാക്ഷൻ നടന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ എന്താണോ ട്രാൻസാക്ഷൻ നടന്നത് അത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒക്ടോബർ മാസത്തെ GST-R1 എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകാം. നമുക്ക് ആ മാസത്തെ ടേൺ ഓവർ എത്ര നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 31/10 ഇതിൻ്റെ ടേൺ ഓവർ ഇത് 2,01,989.06 സെയിൽസും 3,50,722 പർച്ചേസും ആണുള്ളത്. അപ്പം നമ്മൾ ഈ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഏത് GST-R1 വേറെ ഒന്നുമില്ല. GST-R1 വെറും സെയിൽസ് മാത്രമാണ്, സെയിൽസ് ഓൺലി. കൂടാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതായത് ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതായത് പർച്ചേസ് റിട്ടേണും മറ്റേ സെയിൽസ് റിട്ടേണും. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അതിലുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. മേജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ GST-R1, അതായത് സെയിൽസ് ഓൺലി. അത് കൂടാതെ ഇനി എന്തെങ്കിലും ബില്ലുകൾ അമൈൻഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്നിട്ട് നമ്മൾ കഴിഞ്ഞ മാസത്തിലെ ഏതെങ്കിലും ബില്ല് തെറ്റായി കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവോയ്സിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ അമൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ GST-R1 ഉണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിത് ടാലിയിൽ വെച്ചിട്ട് നമുക്ക് ടാലിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് JSON ഫയൽ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ഡീറ്റെയിലൊക്കെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് നേരെ ഡിസ്പ്ലേ പോവുക, എന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ പോവുക. അതായത് ഡിസ്പ്ലേ പോയതിനു ശേഷം അതായത് ഗേറ്റ് ഓഫ് ടാലിയിൽ നിന്ന് ഡിസ്പ്ലേ പോവുക, എന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ പോയിട്ട് GST സെലക്ട് ചെയ്യുക, എന്നിട്ട് GST-R1 എടുക്കുക. GST-R1 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പീരീഡ് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 1/10 നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ 1/10 to 31/10 പീരീഡ് സെലക്ട് ചെയ്യുക. ആ പീരീഡ് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കുക. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇൻക്ലൂഡ് ഇൻ റിട്ടേൺസ്, അതായത് നമ്മളെ ഇൻവോയ്സ്, അതായത് നമ്മളെ സെയിൽസിൻ്റെ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽ അതിൽ എത്ര ഇൻവോയ്സ് മുതലാണ്. ഇപ്പോൾ 1 മുതൽ 31 വരെയാണെങ്കിൽ ആ 31 വരെയുള്ള ഇൻവോയ്സ് അവിടെ കാണും. അപ്പോൾ അത് നമ്മൾ GST-R ഓട്ടോമാറ്റിക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻകംപ്ലീറ്റ് HSN ഇൻഫർമേഷൻ, അതായത് ഇൻക്ലൂഡഡ് ഇൻ HSN സമ്മറി, അതായത് HSN സമ്മറി ആയിട്ടാണ് അതിൽ അപ്ലോഡ് ആവുക. അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ കറക്റ്റ് ചെയ്യണം. കാരണം HSN കോഡ് ഇല്ലാതെ ഏതെങ്കിലും ഐറ്റം നമ്മൾ എൻട്രി സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം അവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചില കമ്പനികൾക്കൊക്കെ വരാം. പിന്നെ നോട്ട് റെലവൻറ്റ് അത് കണ്ട, അത് നമ്മളെ പർച്ചേസും മറ്റേ പേയ്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ അത് നമ്മളെ റിട്ടേണിൽ ഇൻക്ലൂഡ് അല്ല. പിന്നെ B2B ഇൻവോയ്സ് ഇതിലില്ല, അതുകൊണ്ട്. അല്ലെങ്കിൽ B2B ഇൻവോയ്സ് ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് ഞാൻ GST ഒരു ലേണിംഗ് കോഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മളെ ഈ ചാനലിൽ. അപ്പോൾ അത് കണ്ടു നോക്കി ഞങ്ങൾക്ക് അറിയാം B2B ബില്ല് എന്താ, B2C ബില്ല് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ B2B ബില്ല് നമ്മളെ ഈ ഫേമിന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ B2C സ്മാൾ ഇൻവോയ്സ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് 2.5 ലക്ഷത്തിന് താഴെയുള്ള ബില്ലുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഇൻവോയ്സ് 2 ലക്ഷത്തിന് താഴെയുള്ള ഇൻട്രാ സ്റ്റേറ്റ്, അതായത് കേരളത്തിനുള്ളിൽ മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് GST-R1 അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിൽ റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടാക്സോ, അതായത് നമ്മൾ GST-R1 ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുഡ്സ് ആയിട്ടോ സർവീസ് ആയിട്ടോ നമ്മൾ ചെയ്ത ടേൺ ഓവർ, അതായത് ഒരു മാസം നമ്മൾ ഗുഡ്സ് ആയിട്ടോ സർവീസ് ആയിട്ടോ നമ്മൾ ചെയ്ത സെയിൽസോ ഓർ സർവീസ്
അതിൻ്റെ ടോട്ടൽ ടേൺ ഓവറാണ് ഇപ്പോൾ 2,01,989. ഇതിൽ നമുക്ക് ഗുഡ്സ് ആയിട്ടാണ് പോയിട്ടുള്ളൂ. ഇനി സർവീസ് ആയിട്ട് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ബില്ലും ഇവിടെ കാണിക്കണം. നമ്മൾ ആ ബില്ലും കൂടി കാണിച്ചാലുള്ള ഉണ്ടാവും. ഇത് ഈ ഫേമിൽ സർവീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ അപ്ലോഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് അത് നമ്മൾ എങ്ങനെ JSON ഫയലാക്കി മാറ്റുക വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് JSON ഫയലിലേക്ക് എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ JSON ഫയലാക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത് ആദ്യം നമ്മൾ ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ പോവുക. എന്നിട്ട് GST സെലക്ട് ചെയ്യുക, GST 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പീരീഡ് സെലക്ട് ചെയ്യണം. Alt F2 എന്നിട്ട് 1/10. അപ്പോൾ സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ കീ അടിക്കണം. കാരണം നമുക്കിവിടെ എക്സ്പോർട്ട് GST 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇത് JSON ഫയലാക്കി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ കീ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, JSON ഫയലാക്കി ഫോർമാറ്റ് JSON ഫയലാക്കുക. പിന്നെ എക്സ്പോർട്ട് ലൊക്കേഷൻ നമ്മൾ ഈ ടാലി ERP ഡാറ്റ എന്ന ഫോൾഡറിലേക്ക് പോകേണ്ടവ. അപ്പോൾ നമ്മൾ ആ ഡാറ്റ അതിലേക്ക് നമുക്ക് ഏത് ഡ്രൈവിലേക്ക് വേണമെങ്കിൽ ഡാറ്റ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കത് ഈ ടാലി ERP ഡാറ്റയിലേക്ക് നമ്മളിപ്പോൾ ചെയ്യണേ. പിന്നെ ഔട്ട്പുട്ട് ഫയൽ നെയിം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. പിന്നെ എക്സ്പോർട്ട് അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്ത ആ ഫയൽ ഓപ്പൺ ചെയ്യണോ, അതായത് ആ ഫയലിലേക്ക് പോകണോ, അതായത് ആ ലൊക്കേഷനിലേക്ക് പോകുന്നത്. പിന്നെ കൂടാതെ പിന്നെ അടുത്ത എക്സ്പോർട്ടർ ഡോക്യുമെൻറ്റ് സമ്മറി. ഇത് നമ്മുടെ GST സെയിൽസ് ബില്ലിൻ്റെ അതേപോലെ നമ്മൾ ആ വൗച്ചർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓരോ ഡോക്യുമെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ എത്ര ഇൻവോയ്സ് മുതൽ ഇത്ര ഇൻവോയ്സ് വരെ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യെസ് ചെയ്യുക. കൂടാതെ എക്സ്പോർട്ട് വൗച്ചർ, അപ്പോൾ ആൾ വൗച്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് യെസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി GST 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓവർ റൈറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഡിസ്കിൽ, അതായത് ഈ ഡ്രൈവിൽ ടാലി ERP 9 എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഡാറ്റ എന്ന ഫോൾഡറിലാണ് നമ്മളെ GST 1 ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു JSON ഫയലാണ് നമ്മൾ GST ലോഗിൻ സൈറ്റിൽ, അതായത് GSTയുടെ സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് GST സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. GST സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, വന്നിട്ട് അതായത് നമ്മൾ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ സൈറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മൾ ആ കമ്പനിയുടെ ഏതാണ് നമ്മളെ കമ്പനി അത് ലോഗിൻ ചെയ്യണം. അതായത് നമ്മൾ GSTയുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം. ആ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഡാഷ്ബോർഡിൽ റിട്ടേൺ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നമ്മൾ ആ പീരീഡ് ഇപ്പോൾ നമ്മൾ 2021 അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഏത് നോക്കാം. നമ്മൾ നമ്മളെ റിട്ടേൺ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നോക്കിയതിന് ശേഷം അത് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ 2021 അപ്പോൾ നമ്മളത് ഈ 2021 ഒക്ടോബർ മാസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒക്ടോബർ സെലക്ട് ചെയ്തു. ആ പീരീഡത്തെ റിട്ടേൺ നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പോൾ നമുക്കിവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് ചെയ്യാം. നമ്മൾ ഈ ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് JSON ഫയൽ അപ്ലോഡ് ചെയ്യണത്. അത് JSON ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിട്ടേണും അവിടെ അത് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആവും. അങ്ങനെ ജനറേറ്റ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇങ്ങനെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മാത്രം മതി. അതേപോലെ നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓരോന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അതായത് നമ്മളിപ്പോൾ B2B ബില്ല് നമുക്കില്ല. അപ്പോൾ B2B ബില്ല് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ B2B ബില്ലിൽ ഓരോന്ന് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ B2B ബില്ല് ഇവിടെ മറ്റേ GSTയിൽ നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കണം, GST നമ്പർ അടിച്ചു കൊടുക്കണം. അതേപോലെ ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കണം. അങ്ങനെ വാല്യൂ ഒരു 10 ബില്ല് ഉണ്ടെങ്കിൽ ആ 10 ബില്ലും നമ്മളെല്ലാം അടിച്ചു കൊടുക്കണം. അപ്പോൾ വലിയ ഹ്യൂജ് കമ്പനികളുടെയൊക്കെ ഒരു 100-200 ബില്ലുണ്ട്. അപ്പോൾ ആ ബില്ലുകളൊക്കെ ഇവിടെ അടിച്ചു കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഇമ്പോസിബിൾ അല്ല, അത് കുറേ ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, JSON ഫയലായിട്ട് ടാലിയിലേക്കോ അല്ലെങ്കിൽ GSTയുടെ ഓഫ്ലൈൻ ടൂൾ ഉണ്ട്, അതായത് എക്സൽ ഫയൽ. ആ എക്സൽ ഫയലിലേക്ക് നമ്മൾ ഇൻവോയ്സുകളൊക്കെ എന്ത് ചെയ്യും, എക്സൽ വഴി നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് പിന്നെ കൺവേർട്ട് ചെയ്ത് JSON ഫയലാക്കി മാറ്റും. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഇ-വെബിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഈ ഇമ്പോർട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇ-വെബിലുള്ള ഡാറ്റകൾ അതിൽ കയറും. പിന്നെ അതേപോലെ B2C ബില്ലിലെ ഇ-വെബിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് കയറും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് അത് മാനുവലായിട്ട് എൻട്രി ചെയ്യാം. ഒരു 2-3 ബില്ലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാനുവലായിട്ട് ചെയ്താൽ B2 ബില്ല്. അതേപോലെ B2B ലാർജ് ഇൻവോയ്സ് പറഞ്ഞാൽ 2 ലക്ഷത്തിന് മേലുള്ള ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് നമ്മൾ B2C ലാർജ് ഇൻവോയ്സ് ചെയ്യുന്നത്. അത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ടാണ്. ഈ ക്രെഡിറ്റും ഡെബിറ്റ് നോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേണും അതേപോലെ പർച്ചേസ് റിട്ടേണാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുഡ്സ് ഡാമേജ് ആയോ അല്ലെങ്കിൽ തിരിച്ചയക്കാനോ ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് കാണിക്കാം. ആ കാര്യങ്ങളുള്ള ഒരു ബില്ലാണ്. അതൊക്കെ നമ്മൾ സിമ്പിളാണ്. ഇൻവോയ്സ്, അതേപോലെ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, വാല്യൂ, ടാക്സബിൾ വാല്യൂ അതുള്ളൂ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഓൺലി B2C ബില്ലാണ് അത് ട്രാൻസാക്ഷൻ ഉള്ളത്.
അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് എക്സ്പോർട്ട് ഇൻവോയ്സിൻ്റെയാണ്. ഇത് പിന്നെ എന്തെങ്കിലും കഴിഞ്ഞ മാസം എന്തെങ്കിലും ബില്ല് അമെൻഡ് ചെയ്യണമെങ്കിൽ അതാണ്. ഞാനതൊന്ന് ചുരുക്കി പറഞ്ഞു തരണം ഇതൊക്കെ കാര്യങ്ങൾ. കാരണം ഇതൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇത് ഉണ്ടെങ്കിൽ ഇതൊന്നും അധികം ചെറിയ കമ്പനികൾക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അമെൻമെന്റ് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സ്പോർട്ടിൻ്റെ കേസ് പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ആ കേസ് വരിക. അതേപോലെ അമെൻമെന്റ് ഓഫ് B2B ഇൻവോയ്സ് കഴിഞ്ഞ മാസം എന്തെങ്കിലും അമെൻമെന്റ് അതായത് B2B ബില്ലിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ല ഇൻവോയ്സ് നമ്പറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അമെൻഡ് ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ട് അതേപോലെ നമുക്ക് അമെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷനും ഏതുണ്ട് കഴിഞ്ഞ മാസം മാത്രമുള്ള അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല അതിന് ശേഷം നടക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും B2C അതേഴ്സിലാണ് ഇതിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മളെ ടോട്ടൽ ടേൺ ഓവർ ഇതുണ്ടോ. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ 2,00,000 അത് നമ്മൾ 2 ഇൻവോയ്സ് ആയിട്ട് അതായത് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഇപ്പോൾ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരു അതായത് നമ്മൾ കേരളത്തിനുള്ളിലുള്ള ട്രാൻസാക്ഷൻ ടാക്സബിൾ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു 16,500 1,60,65,000 നോക്കിക്കോളി. ഇതിൽ ടാക്സ് 18% ഉണ്ടാവും 12% ഉണ്ടാവും. അതായത് 18% ഉദ്ദേശിക്കുന്നത് 9% CGST 9% SGST ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പനികളിൽ ഡിഫറെൻറ്റ് ടാക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ ഒരു സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാലിയിൽ 9% അല്ലെങ്കിൽ 8% സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ടാലിയിൽ ഓട്ടോമാറ്റിക് അത് ഈ ടാക്സ് ഓട്ടോമാറ്റിക് ഇതിൽ വരും. നമ്മളെ GST അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിൽ വരും. അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതായത് നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് പോവാണ്. എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഏറ്റവും സിമ്പിളായ വഴി പറഞ്ഞാൽ JSON ഫയൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ്. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ JSON ഫയൽ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഓഫ്ലൈനായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിച്ചെന്നുള്ളൂ. ഞാൻ ഇവിടെ ഒന്നുകൂടി പറയാം. ഇവിടെ HSMWise ആണെങ്കിൽ പോലും HSM കോഡ് എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അങ്ങനെ ഒരു 10-15 ഐറ്റം ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാം. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ JSON ഫയലൊക്കെ വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ JSON ഫയൽ വെച്ചിട്ട് ഞാൻ ടാലിയിലുള്ള വീഡിയോ ഇപ്പോൾ കാണിക്കാം. അതേപോലെ ഇനി ടാലി ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവും, ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ടാലിയിൽ നിന്ന് എങ്ങനെ JSON ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എഴുതാൻ പോണേ. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നമ്മൾ ഒക്ടോബർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാനുവലായിട്ട് എൻ്റർ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായില്ല എന്തായാലും. അപ്പോൾ അടുത്തത് നമ്മൾ പ്രിപ്പയർ ഓഫ്ലൈനിൽ പോവുക. അങ്ങനെ ഓഫ്ലൈനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അപ്ലോഡ് ചെയ്യുക ഈ സാധനം. നമ്മളെ JSON ഫയൽ അപ്ലോഡ് ചെയ്യുക. അത് നമ്മുടെ ഡാറ്റയിൽ ടാലി ERP9 ഡാറ്റ, ഈ ഡാറ്റയിൽ GSR നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്ത സാധനമാണ്. അതിനെന്ത് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യാണ്. അപ്പം നമ്മളത് അപ്ലോഡായി. അപ്പോൾ നമ്മൾ അപ്ലോഡ് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി സെലക്ട് ഒരു 10-15 മിനിറ്റ് ചിലപ്പോൾ വരും കേട്ടോ. അത് ഒരു പ്രോസസ്സിങ് ആയി വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ പ്രോസസ്സിങ്. അപ്പോൾ നമ്മളിതിവിടെ ചെക്ക് ചെയ്താൽ നമുക്കറിയാം ഉണ്ടോ. ഇത് ഓട്ടോമാറ്റിക് ഇവിടെ 18%, 18%-ന് 12% ടാക്സ് ഇവിടെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയി. ഇതെന്തോ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടാലിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്യുക CGST SGST നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ HSM കോഡിൻ്റെ ഓരോ HSM കോഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് റേറ്റ് ഓഫ് ടാക്സ് ഇവിടെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് ടാലിയിൽ ഏറ്റവും സിമ്പിളാണ് നമുക്ക് GST ഫയൽ ചെയ്യാൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമുക്ക് ടാലി ചെയ്യാൻ. ഇനി അടുത്തത് നമ്മൾ HSM കോഡ് വൈസ് നമ്മൾ ചെയ്തു. ഇനി അടുത്ത് ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 262 മുതൽ 292, അതായത് നമ്മളെ ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് നമ്പർ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് HSM ഇൻവോയ്സ് നമ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ 262 മുതൽ ഇവിടെ 262 മുതൽ 292. ഇത് നമ്മൾ മാനുവലായി എൻ്റർ ചെയ്തതല്ല, അത് നമ്മൾ JSON ഫയൽ അപ്ലോഡ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ JSON ഫയലാണ്, എറേഴ്സ് ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതായത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ടാലിയിൽ വന്നിട്ട് എല്ലാ ഇൻവോയ്സും കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അടുത്തത് നമ്മളെ ടാക്സബിൾ വാല്യൂ.
അപ്പോൾ നമ്മൾ B2C നമ്മൾ പറയല്ലേ, നമ്മൾ B2C ആണ്, നമുക്ക് B2C ബില്ലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, B2B ഇല്ല. അതേപോലെ B2C ലാർജ് ഇൻവോയ്സ് ഇല്ല, ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ഇല്ല. നമുക്ക് ആകെ ടേൺ ഓവർ വന്നിട്ടുള്ളത് B2C ബില്ല് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അതായത് B2C ഉള്ള പാർട്ടിൽ നമുക്ക് B2C 18%, അതേപോലെ 12% ടാക്സിൻ്റെ ആ വാല്യൂം അതേപോലെ അതിൻ്റെ ടാക്സും ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ JSON ഫയൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് അങ്ങനെ കുറച്ച് ബില്ലുള്ള ആൾക്കാർക്ക്, കൂടുതൽ ബില്ലുകളൊക്കെ JSON ഫയലാക്കി അപ്ലോഡ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ ആക്യുറസി ആവും, അതേപോലെ നമുക്ക് ഈസി ആയിട്ട് സമയവും ലാഭിക്കാം. കൂടാതെ അടുത്തത് നമ്മൾ HSN സമ്മറി. ഈ HSN സമ്മറി എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഉണ്ടോ, അതിൽ ഇത്രയും HSN കോഡ് ഉണ്ട്. ഈ HSN കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ മേലെ എന്തായാലും വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ടാണ് സംഭവം നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ഇനി ഒന്ന് പ്രോസസ്സ് ചെയ്യണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇവിടെ ജനറേറ്റ് GSR1 നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്തില്ല ഇവിടെ. അപ്പം നമ്മൾ 262 to 292 ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസത്തെ ബില്ല് 261 ക്ലോസ് ചെയ്തിരിക്കണം. അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കണം, എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ കൊടുന്നു തരുന്ന പാർട്ടിക്കാർ ചിലപ്പോൾ ബില്ലുകൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 261 തന്നെയാണ് ക്ലോസ് ചെയ്തതെന്ന് നമ്മൾ നോക്കണം. അതെന്തിനും നമ്മൾ റിട്ടേണിൻ്റെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണം. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ GSR1 നോക്കിയൊക്കെ GSR1 നോക്കിയേക്കാം. നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ. അപ്പോൾ നമ്മൾ 261 കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 262 അത് കറക്റ്റാണ് നമ്മളെ. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. കൂടാതെ നമ്മളെ ടാക്സബിൾ വാല്യൂ നോക്കണം. നമ്മളെന്തായാലും നമ്മൾ ടാക്സബിൾ വാല്യൂ പറഞ്ഞാൽ 2,19,959.06 ആയിരിക്കണം. HSN കോഡിലെ ടാക്സബിൾ വാല്യൂ 2,19,959.06. ഇത് ടോട്ടൽ വാല്യൂ ആണ്. ഈ ടാക്സബിൾ വാല്യൂ ടോട്ടൽ ടാക്സ് ലാബിലിറ്റിയും കൂട്ടിയ എമൗണ്ടാണ് ടോട്ടൽ ടാക്സ് വാല്യൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമുക്കിത് ഫയൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഇതിലിപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ GSR1 നോക്കുകയാണെങ്കിൽ 2,19,959.06 അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ 36,190.44 ടാക്സ് ലാബിലിറ്റി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു എത്ര പെർസെൻറ്റേജ് ആണ്, അതായത് 18% അതേപോലെ 12% നമ്മൾ അടിച്ചു കൊടുക്കൽ ചെയ്തത് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മളെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ B2C ബില്ല് മാത്രമേ ഉള്ളൂ, ഏത് ട്രാൻസാക്ഷൻ, അതായത് നമ്മളെ സ്മാൾ സ്കെയിൽ ബിസിനസ് ആവുകൊണ്ട് ഇതിൽ B2C ബില്ല് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഫയൽ അതുകൊണ്ടാണ് ഇത് കുറച്ച് വന്നത്. അല്ലാതെ B2B ബില്ല് ഉണ്ടായിരിക്കും. ചില കമ്പനികൾക്ക് B2B ബില്ല് ഉണ്ടായിരിക്കും, B2C ബില്ല് ഉണ്ടായിരിക്കും. അതേപോലെ B2 അതേപോലെ നിൽ റേറ്റഡ്, അതായത് ടാക്സ് ഇല്ലാത്ത ഐറ്റം കൂടി സെയിൽ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇങ്ങനെ 3 കൂടി ഇൻവോയ്സ് വരുമ്പോഴും അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഈ GSR1 കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ജനറേറ്റ് സമ്മറി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ഇവിടെ ബില്ലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി സമ്മറിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. കാരണം ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് 100 കോടിയുടെ ടേൺ ഓവറുള്ള ആൾക്കാരൊക്കെ ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇൻവോയ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നമുക്ക് 100 കോടിയൊന്നും ഇല്ല. അങ്ങനത്തെ കമ്പനികൾ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യണം. അത് പുതിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് എന്തായാലും. ഇപ്പം നമ്മൾ എന്തായാലും ഇതിവിടെ നമുക്ക് ടേൺ ഓവർ കുറവാണ്. 2 ലക്ഷത്തിൻ്റെ അത്രയുള്ള എമൗണ്ട് ഉള്ളത്, 2,19,959 നമുക്കുള്ളത്. അതേപോലെ നമ്മുടെ ടാക്സ് ലാബിലിറ്റി പറഞ്ഞ് 36,190 അപ്പോൾ നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷമുള്ള നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. അത് നമുക്ക് ഇനി ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് കുറച്ച് നേരം പ്രോസസ്സിങ് ഉണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കും. എന്നിട്ടുള്ള നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് GSR1 ഫയൽ ചെയ്യാം. നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മളവിടെ ഇനി ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മോഡിഫിക്കേഷനും നമുക്ക് GSR1 ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഡാറ്റകളും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് മോഡിഫിക്കേഷൻ അത് ചെയ്യാൻ കഴിയില്ല. കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇനി നമുക്ക് ഫയൽ ചെയ്യാനുള്ള ടാബ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ പോയിട്ട് അതായത് ബില്ലുകൾ എന്തെങ്കിലും അമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റില്ല.
അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണതിന് മുമ്പേ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ മാസത്തെ ബില്ലിൻ്റെ, അതായത് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ബില്ലുകളിൻ്റെ കറക്റ്റായിട്ടാണോ ഈ മാസം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഒരു മിനിറ്റ്. നമുക്ക് ഫയൽ ചെയ്യാം. നമ്മൾ ഒക്ടോബർ എന്തോ നെറ്റ്വർക്ക് എററായിട്ട് ഒന്ന് റിവേഴ്സ് വന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇത് ഫയൽ ചെയ്യാം. അതായത് ഫയൽ ചെയ്യണമെങ്കിൽ ഫയൽ ജേഴ്സമാണ് പോവുക. വീണ്ടും അവിടെ നമ്മൾ സബ്മിറ്റഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. നമ്മളെ ബില്ലുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിടണോ, അതേപോലെ നമ്മളെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിടണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫയൽ ചെയ്യാം. അതായത് ഫയൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഫയൽ റിട്ടേൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഹൈ ഹിയർ ബൈ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മളിവിടെ ആരാണ് അതിൻ്റെ പ്രൊപ്പറേറ്റർ അതുപോലെ പേര് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് EVC വെച്ചിട്ട്, അതായത് നമ്മൾ EVC വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഡിജിറ്റൽ സൈനർ വെച്ചിട്ടും ചെയ്യുക. അത് നമ്മൾ EVC വെച്ചിട്ടാണ് OTP വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മൊബൈൽ OTP വരും. അത് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ചെയ്യാം. എന്തായാലും നമ്പർ നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഫയലാകും നമ്മളത്. അപ്പോൾ ആണോ നമ്മുടെ GSR1 സക്സസ്ഫുള്ളി ആണോ ഇവിടെ എഴുതി കണ്ടു. നമ്മുടെ GSR ഫയൽ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. നമുക്കൊരു AR നമ്പറൊക്കെ കിട്ടും നമ്മൾ ഫയൽ ചെയ്തതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ GSR1 ഫയൽ ചെയ്യാൻ. ഇതിലിപ്പോൾ B2Cയുടെ കേസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അത് ആ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം. അത് GST ഫയൽ ചെയ്ത ആ ടാബ് ഉണ്ടോ, നമ്മളെ ഉണ്ടോ അതിൽ 2,38,179 ടോട്ടൽ വാല്യൂ, അതേപോലെ ടാക്സബിൾ വാല്യൂ 2,19,089.06. പിന്നെ അതേപോലെ 36,190.44 ടോട്ടൽ ടാക്സ് ലാബിലിറ്റി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ്. ഈ ഒരു കേസ് മാത്രമേ നമ്മളെ ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ആ ടാബിലൊന്നുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഫയൽഡ് എന്ന് കാണാം. ഒക്ടോബർ ഉണ്ടോ ഇവിടെ ഫയൽഡ് നമുക്ക് കാണാം. നമുക്ക് 3B ആണ് ഇനി ഫയൽ ചെയ്യാനുള്ളത്. അപ്പോൾ 3B ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും വിടാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് അത് നമ്മൾ JSON ഫയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടതിൽ ഞങ്ങൾക്ക് GSR1 എങ്ങനെ ഫയൽ ചെയ്യുക, അത് നമുക്ക് ടാലി വെച്ചിട്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ടാലി വെച്ച് ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ, അതായത് നമുക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പരിപാടി കഴിയും. 10 മിനിറ്റിൻ്റെ മാക്സിമം ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ചെയ്ത് തീർക്കാം. അല്ലാതെ നമ്മൾ ഓരോ ഡാറ്റ എൻ്റർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്കത് ഓൺലൈനിൽ എൻ്റർ ചെയ്ത് വരികയാണെങ്കിൽ കുറേ സമയം എടുക്കും. അതേപോലെ നമുക്ക് ഓരോ എൻട്രി ചെയ്യുമ്പോൾ ചില എൻട്രികളൊക്കെ നമുക്ക് പിഴവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും JSON ഫയൽ വെച്ചിട്ട് അത് നമുക്ക് ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ട് ചെയ്യാം. അതായത് GSTയുടെ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സൽ ഫയൽ ഉണ്ട്, അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മളെ ഈ ഇൻവോയ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതേപോലെ HSS നമ്പറൊക്കെ അപ്ലോഡ് അല്ല, അതിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി നമ്മൾ എക്സലിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് JSON ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ കണ്ടത് മനസ്സിലായെന്ന് എന്തായാലും കരുതുന്നു. എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.